So, hello guys, welcome to Handcrafty. ആക്ച്വലി ഇതിപ്പം 4 മണിയായി, 4:30 തോന്നുന്നു. ഞാൻ ഇപ്പം എണീറ്റല്ല, ഞാനൊരു 1:30 എണീറ്റു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ കുഡൻറ്റ് സ്ലീപ്പ്. കുറേ ട്രൈ ചെയ്ത് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഓക്കെ ദെൻ ഇനിയിപ്പം സമയം കളയണ്ട ഉറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ഓഫ് ദ ഡേ ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ ഉറങ്ങാമെന്നൊക്കെ ഉറക്കം വന്നാൽ എന്ന് കരുതി. So welcome to Handcrafty, and I really wanted to do a day in my life video. So അതുകൊണ്ട് ഇന്ന് ഞാൻ ഇന്നത്തെ എൻ്റെ കലാപരിപാടികളൊക്കെ കാണിക്കാമെന്ന് കരുതി. ഇടയ്ക്കിടയ്ക്ക് മറന്നു ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം ഉച്ചയായി പിന്നെയും ബാക്ക് ടു റെക്കോർഡിങ് തുടങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട്. കുറച്ച് ദിവസത്തിന് ശേഷമായിരുന്നു. ആൻഡ് ഈ എഗ്സ് വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഫ്രീസറിൻ്റെ അടുത്തിരുന്ന് തുറന്നു പോയിരുന്നു ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്ന് ആക്ച്വലി കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. അങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുക്ക് ചെയ്യണത്. മോരേറിയുണ്ട്, ബീട്രൂട്ട് തോരൻ, ചൂര പൊരിച്ചത്, ചൂര മീൻകറി ആൻഡ് മുട്ടത്തോരൻ. ഇത്രയൊക്കെ തന്നെയാണുള്ളത്. അങ്ങനെ എനിക്ക് രാവിലത്തെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ സൈറ്റിൽ പോയതോ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിട്ടുപോയി. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വ്ലോഗ് എടുത്ത കാര്യം, അതിൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ എടുത്ത് തുടങ്ങിയത് കാര്യം മറന്നു. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് പുറത്ത് പോകുമ്പം അതിൻ്റെയൊക്കെ എടുക്കാം. ഓർത്താൽ ഞാൻ അതൊക്കെ എടുക്കാം. എനിക്ക് ആക്ച്വലി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മീൽസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടും. എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുള്ളതാണ്. സോ അങ്ങനെ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ വെച്ചു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടേക്കാം. സോ ആൻഡ് ഐ ലവ് ദിസ് ഇങ്ങനെ കട്ട മോര് കറി ഭയങ്കര ഇഷ്ടമാണ്, നല്ല തിക്കായിട്ടുള്ളത്. എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് തിക്കായിട്ടുള്ള മോര് കറി ഇഷ്ടമായതുകൊണ്ട് അതുണ്ടാക്കി. ദെൻ ഐ മേഡ് ബീട്രൂട്ട് തോരൻ. എനിക്ക് അഗെയിൻ ഇഷ്ടമുള്ള കാര്യമാണ്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ബീട്രൂട്ട് തോരനാണ് ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുമ്പോൾ അതുപോലെ വരുന്നില്ല. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വരത്തില്ല. സ്റ്റിൽ ഐ മാനേജ്ഡ് ഇറ്റ്. പിന്നെ ഒരു മീൻകറി, മുട്ടത്തോരൻ ഉണ്ടാക്കി. പിന്നെ വീക്ക് മീൻ പൊരിച്ച ഇഷ്ടമാണ്, അങ്ങനെ മീൻ പൊരിച്ച ഉണ്ടാക്കിയായിരുന്നു. ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ മീൽസ്. കുറച്ച് ദിവസത്തിന് ശേഷമായിരുന്നു ഞാൻ കുക്ക് ചെയ്തത്. അപ്പം ഹി വാസ് ഓൾസോ ഹാപ്പി, ഐ വാസ് ഓൾസോ ഹാപ്പി. ലൈക്ക് ഹോം കുക്ക് മീൽസ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വികാരമാണല്ലോ. കുറച്ച് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുണ്ട്. സോ ഞാൻ പിന്നെ ഇറങ്ങുവാണ്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സൈറ്റിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വോൾസിൻ്റെയൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യും. അപ്പോൾ സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് അതിൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും കണ്ടിട്ടുള്ളതാണോ എന്നുള്ളത്. സോ എനിക്ക് കൗതുകം തോന്നിയോണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പോയത് വേറൊരു സൈറ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി തന്നെയാണ്. ബട്ട് ട്രിവാൻഡ്രം സിറ്റി തന്നെ ഇങ്ങനൊരു ഏരിയ ഉണ്ടെന്ന്, മീൻസ് ഭയങ്കര ലൈക്ക് സെൻട്രലിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനൊരു ഏരിയ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഉദാഹരണം സുജാതയൊക്കെ കാണുന്ന ആ മൂവിയിലത്തെ സെറ്റ് പോലെ തന്നെയാണ് എൻ്റെ ഈ ഒരു സ്പേസ് വന്നിട്ട്. കുഞ്ഞ് ബേസാണ്, ലൈക്ക് നാരോ സ്പേസസിൽ കൂടെ നടന്നാണ് നമ്മൾ സൈറ്റിലെത്തിയത്. അപ്പം തിരിച്ചു പോണ വഴിക്ക് എനിക്കിത് ഭയങ്കര കൗതുകം തോന്നിയുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറേ നാളായിരുന്നു ഞാൻ മഹാബോളിയിലത്തെ പായസം കഴിച്ചിട്ട്, പാൽപ്പായസവും ബോളിയും കഴിച്ചിട്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1-2 മാസത്തിൽ കൂടുതലായിരുന്നു അവിടെ നിന്ന് കഴിച്ചിട്ട്. അങ്ങനെ പിന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ അത് മേടിച്ചിട്ടാണ് വന്നത്. ലൈക്ക് എനിക്ക് ബോളി ഇഷ്ടമല്ല, ഐ മീൻ ബോളി അങ്ങനെ കഴിക്കാറില്ല, പ്രിഫർ ചെയ്യാറില്ല. എനിക്കാണ് ബോളി കൂടുതലിഷ്ടം. സ്റ്റിൽ ഞാൻ 2 ബോളി എല്ലാത്തോടെയും മേടിക്കും. ഒന്ന് ചിലപ്പോൾ ആൾ കഴിച്ചല്ല, ചിലപ്പോൾ കഴിക്കത്തില്ല. ഇത് ആ ബോളിയുടെ പായസവും ബോളിയും കൂടെയാണ്. സോ ഇറ്റ് വാസ് എ യമ്മി ending, and thank you for watching Handcraft.